കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുത്തൻ അധ്യായം തീർത്ത കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ രജത ജൂബിലി പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 25 വർഷത്തെ കിഫ്ബിയുടെ വികസന നേട്ടങ്ങളും ഭാവി പ്രവർത്തനങ്ങളും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. നവകേരള നിർമ്മിതിയുടെ ഏറ്റവും വലിയ പങ്കാളിയാണ് കിഫ്ബി എന്ന മുഖ്യമന്ത്രി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി സംസ്ഥാന ധനവകുപ്പിന് കീഴിൽ 1999 നവംബർ 11 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി സ്ഥാപിതമാകുന്നത്. ഇന്ന് രജത ജൂബിലി ആഘോഷ നിറവിൽ നിൽക്കുമ്പോൾ ഈ ജൈത്രയാത്രയിലുടനീളം കിഫ്ബിക്ക് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിണറായി സർക്കാർ കാലത്ത് കിഫ്ബി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കിഫ്ബിയെ ചൊല്ലി ഉയർന്ന വിമർശനങ്ങളും ഓർത്തെടുത്തു. കിഫ്ബിയെ പുനർജീവിപ്പിച്ചാൽ നമുക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സാവും. നമ്മുടെ നാടിന് ആവശ്യമായ വിഭവങ്ങൾ, വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഫണ്ട് അതിലൂടെ കണ്ടെത്താനാവും. ഈ ചിന്തയിൽ നിന്നാണ് നമ്മുടെ കേരളത്തിൽ കിഫ്ബിയെ 2016 പുനർജീവിപ്പിക്കുന്നത്. ഇവിടെ പരിശോധിച്ചാൽ കാണാൻ കഴിയും, കിഫ്ബിയുടെ പദ്ധതികൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വ്യാപിച്ചു കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ നമ്മുടെ നാടിൻ്റെ വികസനത്തിലൂന്നിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. കിഫ്ബി പ്രവർത്തനക്ഷമമാക്കിയത് 2016 പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. രണ്ടാം പിണറായി സർക്കാർ വന്നതുകൊണ്ടാണ് കിഫ്ബിയിൽ ഇത്രയും വർക്കുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തുടർന്നതുകൊണ്ടാണ്. കിഫ്ബി എടുക്കുന്ന ലോൺ സംസ്ഥാനത്തിൻ്റെ പൊതുക്കടത്തിൽപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ സംസ്ഥാന സർക്കാരിന് വന്നിട്ടുണ്ട്. ഈ ഓരോ വർഷവും 4730 കോടി രൂപയാണ് നേരത്തെ എടുത്തതിൻ്റെ പേരിൽ പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയും പേര് വെട്ടിക്കുറയ്ക്കുന്നത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ടാം പിണറായി സർക്കാർ എടുത്ത ഒരു സ്റ്റാൻഡുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരു പ്രവർത്തനവും തടസ്സപ്പെടാൻ പോകുന്നില്ല, എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 1999 കിഫ്ബിയുടെ തുടക്കക്കാലത്തും ഇന്ന് 25 വർഷം പിന്നിടുമ്പോഴും CEO ആകാൻ കഴിഞ്ഞതിലെ സന്തോഷം പങ്കുവെച്ച KM എബ്രഹാം, രണ്ടാം പിണറായി സർക്കാർ വന്നതുകൊണ്ടാണ് ഇത്രയും പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്നും വ്യക്തമാക്കി. കിഫ്ബി ഇതിൻ്റെ എല്ലാം ഫലമായിട്ട്, ഗവൺമെൻറ് തരുന്ന പരിപൂർണ പിന്തുണയുടെ ഫലമായിട്ട് ഇന്ന് കിഫ്ബിയുടെ നാഷണൽ റേറ്റിംഗ് AA CE എന്ന് പറയും. AA ക്രെഡിറ്റ് എൻഹാൻസ്മെൻ്റ് എന്നാണ് CE എന്നുള്ള വാക്കിന്. അപ്പോൾ നമ്മൾ AA ബോണ്ട് റേറ്റിംഗ് ലഭിച്ച ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ടേം ലോൺസ് എടുക്കണമെങ്കിൽ നമുക്ക് A+ ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് CE റേറ്റിംഗ് കിട്ടുന്നുണ്ട്. കിഫ്ബിക്ക് തുടർന്നും നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാകാൻ കഴിയും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പക്ഷേ ഇത്തവണ അതിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ ഇനി 2 കരുത്തുറ്റ കിഫ്ബി സഹോദര സ്ഥാപനങ്ങളും കൂടി ഉണ്ടാകുമെന്നാണ് തീർച്ച. കിഫ്ബി പദ്ധതികളെക്കുറിച്ചും വാട്സാപ്പിൽ ഉൾപ്പെടെ വിരൽത്തുമ്പിൽ പൊതുജനങ്ങൾക്ക് അറിയുവാനുള്ള സാങ്കേതിക വിദ്യകളുടെ ഉദ്ഘാടനവും പരിപാടിയിൽ നിർവഹിച്ചു. വാട്സാപ്പിൽ കിഫ്ബി പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനുള്ള ഒരു ബോർഡ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണിത്. ഇതുവഴി കിഫ്ബി പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. മന്ത്രിമാരായ K രാജൻ, J ചിഞ്ചുറാണി, GR അനിൽ, ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, VK പ്രശാന്ത് MLA, ചീഫ് സെക്രട്ടറി ഡോക്ടർ KA ജയതിലക് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.